നമ്മുടെ കെ മുരളീധരൻ അദ്ദേഹം ജിഹ്വയാണ്, കോൺഗ്രസ്സിലെ KPC പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയാണ്, MP ആയിരുന്നു. തൃശ്ശൂർ വടകരയിൽ നിന്ന് ജയിക്കാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു. കാര്യം ഷാഫി പറമ്പിൽ ജയിച്ചല്ലോ. അപ്പോഴാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് നിർത്തി സുരേഷ് ഗോപിയോട് തോറ്റു. പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല മുരളീധരനെ ഏൽപ്പിച്ചിരിക്കും, കെ മുരളീധരനെയാണ്. ഓരോ കോർപ്പറേഷനും വളരെ സീനിയർ നേതാക്കളെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏൽപ്പിച്ചത് കെ മുരളീധരനാണ്. എന്നാൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെയായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അതിനുള്ള എല്ലാ സന്നാഹവും കെ മുരളീധരൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. കാരണം അത്ര വലിയ മത്സരത്തിലൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം ലീഡറായിട്ടുള്ള അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ തിരുവനന്തപുരത്ത് DCC യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ച് മീൻസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല, അനൗദ്യോഗികമായിട്ട് പുറത്ത് വന്നു. ഇനിയിപ്പോൾ ഘടകകക്ഷികളും കൂടെ ആയിട്ട് ഇന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ച നടത്തിക്കഴിഞ്ഞ് സീറ്റുകൾ ധാരണയായാൽ നാളെ പ്രഖ്യാപിക്കും. ഒരുപക്ഷെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ആയിരിക്കും, തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും. ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ഇനി BJPയും CPM പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. എന്തായാലും നാളെക്കപ്പുറം പോവില്ല എന്നാണ് കെ മുരളീധരൻ ഇന്ന് പത്രങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പരമാവധി ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ. കാര്യം 2 ഘടകകക്ഷികൾ മാത്രമേ, CMPയും കേരള കോൺഗ്രസുമായിട്ട് മാത്രമേ ഇനി ചർച്ചയുള്ളൂ. ബാക്കി എല്ലാവരുമായിട്ടൊക്കെ ചർച്ച കഴിഞ്ഞു. നാളെ തന്നെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതിൻ്റെ സെലിബ്രിറ്റി മോഡ് എന്തെന്ന് വെച്ചാൽ ശബരിനാഥ്, KS ശബരിനാഥ്, അദ്ദേഹം ഒരു പ്രാവശ്യം തോറ്റു ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും KS ശബരിനാഥിനെയാണ് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുന്നത്. ശബരിനാഥിനെ മേയറാക്കി നിർത്തിക്കൊണ്ട്, ശബരിനാഥിൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ ശാസ്തമംഗലമാണ്, പക്ഷേ അദ്ദേഹം MLA ആണ്, G കാർത്തികേയൻ്റെ മകനാണ്, ദിവ്യ സാരുടെ ഭർത്താവാണ്, അഡ്വക്കേറ്റായിട്ട് മാറിയിട്ടുണ്ട്, MBA-കാരനാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസിൽ പിന്നെ CSR പ്രോജക്റ്റൊക്കെ നോക്കിയിരുന്ന ആളാണ്, മിടുക്കനാണ്. എന്നാൽ അതുപോലെ സൗമ്യ മുഖമാണ്, സമരങ്ങളിൽ വരാറുണ്ട്, ജയിലിൽ കുറച്ച് ദിവസം ജയിലിൽ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാനലുകളിലെല്ലാം നിറസാന്നിധ്യമാണ്, സൗമ്യമായി വർത്തമാനം പറയുന്ന ആളാണ്. അപ്പോൾ ഒരു സൗമ്യനും മാന്യനുമാണ്, അല്ലാതെ ഒരു വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടോ സൗമ്യൻ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ തറ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഒരു മാന്യമായ രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന ആളാണ്. അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള ചില പേരുകളൊക്കെ പോകും, അയാൾ അത്ര ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയും, അല്ലാതെ വേറെ കള്ളത്തരം കൊള്ളമല്ല. പിന്നെ അഴിമതിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിത്വമാണ്. അത്തരത്തിലുള്ള MLA ആയിരുന്നല്ലോ ഒരു പ്രാവശ്യം, ഒരുവിധം നന്നായി മണ്ഡലം കൊണ്ടുപോയ ആളുമാണ്. പക്ഷേ പിന്നെ ഒരു കുത്തൊഴുക്ക് വന്നപ്പോഴും, അല്ലെങ്കിൽ സ്റ്റീഫൻ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സ്റ്റീഫൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി വന്ന ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ശബരിനാഥിന് വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ശബരിനാഥിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ശക്തമായി പിടിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ തന്നെ കണക്കാക്കിക്കൊണ്ട് അതേ അർത്ഥത്തിൽ ആയുധത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി ദീപക്കിനെ CPM ചെറുപ്പക്കാരനെ ഇറക്കുന്നു, സുന്ദർ വലിയ പ്രായമുള്ള ആളെല്ലാം ഇറക്കുന്നു, അതുപോലെ ഗായത്രി ബാബു ഉണ്ടാവും, വഞ്ചിയൂർ ബാബു, ഗായത്രി ബാബുവിൻ്റെ പിതാവായിട്ടുള്ള വഞ്ചിയൂർ ബാബു നേരത്തെ കൗൺസിലറായിരുന്നു, വഞ്ചിയൂർ വാർഡിൽ നിന്ന് കൗൺസിലറായിരുന്നു. ആ വഞ്ചിയൂർ ബാബു വീണ്ടും കൗൺസിലർ, കാരണം ഇപ്പോൾ ഗായത്രി ബാബുവാണ് അവിടെ വനിതയാണ്, വീണ്ടും അത് പുരുഷനായിട്ടുണ്ട് ആ വാർഡ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വഞ്ചിയൂർ ബാബു വീണ്ടും കൗൺസിലർ ആവുകയും അത് കോർപ്പറേഷൻ്റെ മേയർ ആവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലറായിട്ട്, അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ വനിതകളെ ധാരാളമായി ഇറക്കാനുള്ള സാധ്യതയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം VV രാജേഷ് മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. VV രാജേഷിന് അങ്ങനെ ഒരു താല്പര്യമില്ല. VV രാജേഷ് അസംബ്ലിയിലേക്ക് പോകാനായിട്ടാണ് കച്ചകെട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആശാനാഥുണ്ട്, പിന്നെ അതുപോയിട്ട് മഹേശ്വരൻ നായരുണ്ട്, അശോക് കുമാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ കരമന അജിത്തുണ്ട്. ഇനി പിന്നെ കരമന ജയൻ മത്സരിക്കുമോയെന്നറിയില്ല. പിന്നെ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുമോയെന്നറിയില്ല. ശ്രീലേഖ IPS ലോഞ്ച് ചെയ്യപ്പെടുമോയെന്നറിയില്ല. അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും കോൺഗ്രസ്സിലും UDFിലും LDF എല്ലാ പാർട്ടികളിലും പ്രമുഖരായ സെലിബ്രിറ്റികളെ നിർത്തിക്കൊണ്ട്, അത് സിനിമാ നടന്മാരാകാം, ബ്യൂറോക്രാറ്റുകളാകാം, പ്രൊഫഷണലുകളാകാം, ടെക്നോക്രാറ്റുകളാകാം, വളരെ വലിയ തോതിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വേര് പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളം മാത്രമല്ല രാജ്യം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവുക.